ലൈവില് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ആര്യന് ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്ക്, ആ സീക്രട്ട് ടാസ്കിനോടുള്ള ബന്ധത്തിൽ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വലിയ പിസ്സ കൊണ്ടുവന്ന് ബിഗ് ബോസ് വെച്ചിരിക്കുക. എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് അത് ആരും കാണാതെ എടുത്ത് കഴിക്കണം. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരാളിനെ കൂടെ വേണമെങ്കിൽ കൂട്ടാളിയായി കൂട്ടാം. ആർക്കാണ് ഈ പിസ്സ നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് ആ ആളിനോട് മാത്രം പറയുക. ആ ആളിനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോയി ഈ സാധനം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി രഹസ്യമായി കഴിക്കണം. മറ്റാരും കാണരുത്. ആരെങ്കിലും കാണുകയോ പിടിക്കുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്കറിയില്ല. ഓക്കെ, ആര്യൻ സമ്മതിച്ചു. എന്നിട്ട് ആര്യൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. നിങ്ങൾ പറ, ആര്യൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആര്യൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും ഗുണകരമായ സഹായം ചെയ്തു കൊടുത്ത വ്യക്തി ആരാണ്? നെവിനല്ലേ? നെവിനെയല്ലേ അപ്പോൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്? അതുമാത്രവുമല്ല, ഈ ഭക്ഷണമെന്ന് കേൾക്കുന്നിടത്ത് വീണ് കിടക്കുന്ന ഒരാളാണ്. എവിടെ ഭക്ഷണം കിട്ടിയാലും പുള്ളി വിടില്ല. മാത്രവുമല്ല, മറ്റുള്ളവരുടെ കട്ടെടുത്ത് കഴിക്കുകയും കൂടെ ചെയ്യുന്ന ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ നെവിന്റെ ജീവിതം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള നെവിനെയല്ലേ ശരിക്കും വിളിക്കേണ്ടത്? കാരണം 9 കോയിനാണ് ആര്യന് കൊടുത്തത്. പക്ഷേ നെവിനെ അയാൾ വിളിച്ചില്ല. പകരം അക്ബറിനെയാണ് തിരഞ്ഞെടുത്തത്. 9 കോയിൻ കൊടുത്ത് തന്നെ ആ അവസ്ഥയിലേക്ക് എത്തിച്ച വ്യക്തിയെ വിളിക്കാതെ മറ്റൊരാളിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അതും ഒരു ബ്രില്യൻ മൂവായിട്ട് തന്നെ കരുതണ്ടേ? ഡാൻസ് മാരത്തോണിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച അനുമോൾ വിൻ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു നെവിൻ. നെവിന്റെ ആ നീക്കത്തെ വളരെ ബ്രില്യൻ മൂവ് എന്ന് തന്നെയാണ് എല്ലാ ആൾക്കാരും പറഞ്ഞത്. അതിനുശേഷം നെവിൻ വന്ന് അനുമോളോട് പറഞ്ഞത്, കർമ്മ അത് തിരിച്ചടിച്ചതാണെന്ന് നീ അങ്ങ് കരുതിക്കോ. നീ എന്നെ നോമിനേറ്റ് ചെയ്തില്ലേ, അതിനുള്ള പകരമായിട്ട് നിനക്ക് ഞാൻ പണി വെച്ചതാണ്. അതെ, അതൊരു റീസൺ ആണ്. നീ എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് കോയിൻ തരാതെ നിന്നെ പൊളിക്കാൻ വേണ്ടി ഞാൻ ആര്യനെ വിൻ ചെയ്യിച്ചു. അപ്പോൾ 9 കോയിനോളം കൊടുത്ത് ആര്യനെ ഉഗ്രൻ വിജയത്തിലേക്ക് കൊണ്ടുവന്ന നെവിൻ, ആ നെവിനോടല്ലേ കടപ്പാട് കാണിക്കേണ്ടത്? 5 കോയിൻ മാത്രമേ അക്ബർ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും നെവിന് ഭക്ഷണത്തോടുള്ള ആ വീക്ക്നെസ് കൂടി പരിഗണിച്ചിട്ട് ഈ പിസ്സ നെവിന് തന്നെയായിരുന്നു കൊടുക്കേണ്ടത്. എന്നാൽ നെവിനെ അയാൾ തഴഞ്ഞു കളഞ്ഞു. ഇതും ഒരു ബ്രില്യൻ മൂവായിട്ട് തന്നെ കരുതാൻ കഴിയുമോ? അതോ ഇനി നന്ദിയില്ലായ്മയെന്നും ചതിയെന്നും ഇതിനെയും വിശേഷിപ്പിക്കാൻ പറ്റുമോ? എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അവിടെ വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആര്യൻ ഇവിടെ കാണിച്ചത് ശുദ്ധ നെറുകേടായിപ്പോയി. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ 9 കോയിൻ മറ്റാർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ശേഖരിച്ച് നിങ്ങളെ വിജയിപ്പിച്ചെടുത്ത ഒരാള്, അയാളത് അർഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അർഹതയ്ക്ക് നിങ്ങൾ അംഗീകാരം കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതെ വന്നപ്പോൾ നിങ്ങൾ അനുമോൾക്കിട്ട് പണി കൊടുത്തതിന് ബദൽ പണി കൊടുത്തതുപോലെ ഇപ്പോൾ പ്രേക്ഷകർക്ക് തോന്നുകയാണ്. എന്നിട്ടോ പിസ്സ എല്ലാം തിന്നതിന് ശേഷം അക്ബറുമായിട്ട് ഗാർഡൻ ഏരിയയിൽ ഇരുന്നുകൊണ്ട് ആര്യൻ സംസാരിക്കുന്ന സമയത്ത് നെവിനെ കുറിച്ച് പരദൂഷണവും പറയുന്നുണ്ട്. നെവിൻ ആള് ശരിയല്ല, അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അവനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പരദൂഷണവും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഇന്നലെ നെവിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആൾക്കാരൊക്കെ ഇന്ന് ആര്യനെ തെറിവിളിക്കാൻ ഇറങ്ങിത്തിരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. കാരണം ആര്യൻ കാണിച്ചത് ശുദ്ധ പിതൃശൂന്യത്വം തന്നെയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊന്നും നെവിൻ അറിഞ്ഞിട്ടില്ല. നെവിൻ അറിഞ്ഞാൽ പിന്നെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ കഴിയില്ല. കാരണം അയാൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അംഗീകരിക്കുവാൻ കഴിയില്ല. കാരണം ആര്യനെ അയാൾ അത്രമാത്രം സപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറ്റത്തരത്തെ അയാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അയാൾ ആര്യനെ കൊന്നു കൊല വിളിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ശുദ്ധ മലയാളത്തിൽ പിതൃശൂന്യത്വം എന്ന് മാത്രമേ ഇതിന് പറയാൻ കഴിയുകയുള്ളൂ. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.